ആയിട്ട് ബാഡ്മിൻ്റൺ കളിക്കും. ഒരു ദിവസം രാവിലെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ശ്വാസം കിട്ടാതെ വരുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നി. പുള്ളി ഒന്നൊരു കാർഡിയാക് ടെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ECGയും എക്കോയും ഒക്കെ എടുത്തിട്ട് നോർമലാണ്. പക്ഷേ TMT എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബ്ലോക്ക് ഉണ്ടായതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒഴിവാക്കി ഒരു സ്റ്റെൻ്റ് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. എൻ്റെ പേര് ഡോക്ടർ സമിത്. എൻ്റെ സ്ഥലം ഹരിപ്പാടാണ്. ഞാൻ ഡെൻറ്റിസ്റ്റാണ്. 10-25 വർഷമായിട്ട് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ദിവസവും ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു പതിവായിട്ട് ബാഡ്മിൻ്റൺ കളിക്കും. ഒരു ദിവസം രാവിലെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ശ്വാസം കിട്ടാതെ വരുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ തുടർന്ന് കളിക്കാൻ പറ്റാതായി. പക്ഷേ വേറെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും നോർമലായി. അന്ന് വൈകിട്ട് ഞാൻ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ പോയി കണ്ടപ്പം പുള്ളി ECG എടുത്തു. ECG എടുത്തിട്ടൊന്നും കുഴപ്പമില്ല, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. BP ഒന്നും അത്ര കൂടുതലല്ല. എന്നാലും പുള്ളി ഒന്നൊരു കാർഡിയാക് ടെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തു. ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം പോയി ടെസ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ECGയും എക്കോയും ഒക്കെ എടുത്തിട്ട് നോർമലാണ്. പക്ഷേ TMT എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു ആൻജിയോഗ്രാം ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ എനിക്കൊരു ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ബ്ലോക്ക് ഉണ്ടായതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ വെച്ചിട്ട് അത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പൂർണ്ണമായിട്ടും ബ്ലോക്ക് ഒഴിവാക്കി ഒരു സ്റ്റെൻ്റ് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. ആ ഡോക്ടർ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ആ 2 ആഴ്ചയ്ക്ക് ഇടയിലുള്ള ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് മറ്റൊരു ഡോക്ടറായ ഡോക്ടർ സീതു ഈ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപക് ഡേവിഡ്സനെ കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ വളരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താകും എന്നുള്ളൊരു ഇതിലൂടെയാണ് ഞങ്ങളിവിടെ കാരിത്താസ് എത്തിയത്. അവിടെ വെച്ച് ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പം ഡോക്ടർ വളരെ പേഷ്യൻ്റായിട്ട് എൻ്റെ ഇതെല്ലാം കേട്ട് എന്നിട്ട് വളരെ ഡോക്ടറുടെ വാക്കുകൾ എനിക്ക് ഭയങ്കര റിലീഫാണ് തന്നത്. ഡോക്ടർ പറഞ്ഞത് എനിക്ക് എൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകി. അങ്ങനെ ഡോക്ടർ ഒരു ദിവസത്തേക്ക് അപ്പോയിൻമെൻ്റ് വന്നു. അന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറഞ്ഞു. ആ ദിവസം തലേന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആകുകയും പിറ്റേന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും അത് വളരെ സക്സസ് ആയി എന്നാണ് അറിഞ്ഞത്. എനിക്ക് അത് ഭയങ്കര ഒരു റിലീഫാണ് എനിക്ക് ആ ഒരു ദിവസം തന്നത്. ഡോക്ടർ ദീപക് ഡേവിഡ്സൺ അങ്ങേയറ്റം വളരെ കരുതലോടും പുള്ളി വളരെ സ്നേഹത്തോടും വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഡോക്ടറാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമാണിത്. പിന്നെ കാരിത്താസിൽ വന്നിട്ടിപ്പം പൊതുവേ നല്ല അഭിപ്രായമാണ്. ഇവിടുത്തെ സ്റ്റാഫുകളായാലും മറ്റ് എല്ലാ ഫെസിലിറ്റീസ് ആയാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലെവലാണ്. പക്ഷേ ഡോക്ടറുടെ സർവീസ് ഇതിനെക്കാട്ടി ഒരുപടി കൂടുതലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം താങ്ക്സ് ടു ഡോക്ടർ ദീപക് ഡേവിഡ്സൺ ആൻഡ് താങ്ക്സ് ടു കാരിത്താസ് ഹോസ്പിറ്റൽ ആൻഡ് മാനേജ്മെൻറ്റ്. താങ്ക് യു.